This is your parcel. ഹലോ ഹലോ ഫേസ് ലിഫ്റ്റ് ചെയ്തേട്ടാ. ഫേസിലിട്ട് കേസ് ചെയ്ത് 2.0 ഇറങ്ങിയാ? ഞാൻ കുറച്ച് പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് കുറച്ചല്ലല്ലോ കുറച്ചധികം. മുഖത്തോട്ടൊന്ന് നോക്കിയേ. മുഖത്ത് മാത്രമല്ല ശരീരം മൊത്തം അധികം പ്ലാസ്റ്റിക് കയറിയിട്ടുണ്ടല്ലോ കുറച്ചധികം. കേറ്റേണ്ടി വന്ന് എങ്ങനെ കേറ്റാതിരിക്കും പ്ലാസ്റ്റിക്? ഈ സർജറിയിൽ എങ്ങനെ അച്ഛനെയൊക്കെ മാറ്റാൻ പറ്റുമോ? അച്ഛനെ മാറ്റേണ്ടി വരും. അച്ഛനെയും എല്ലാരെയും മാറ്റേണ്ടി വരും. ഒരു മിനിറ്റ്, ആ താടി ഒന്ന് കുറച്ച് പൊക്കും. കുറച്ച് താടി ഒന്ന് പൊക്കിയേ. നല്ലപോലെ പൊക്ക്. ഒന്ന് എണ്ണി എത്ര രോമമായിപ്പോ? നിന്റെ മുഖത്താ? അല്ല, അണ്ണന്റെ താടിയില്. എനിക്ക് താടി, ഞാൻ ഡെയിലി ഷേവ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഈ പോയിരുന്ന് സന്യസിച്ചതൊക്കെ ഞാൻ പോയിരുന്ന് മാനിഫെസ്റ്റ് ചെയ്തത്. You are so lucky. 2 മാസം ഈ മേഡത്തിനോട് ചോദിക്കും, മേഡത്തിന് അറിയാം. ഓ എലി സന്യാസിക്ക് ഏതെങ്കിലും പന്നിക്കായിരിക്കും താടി. മേഡം ഞാനൊരു കാര്യം പറയട്ടെ മേഡം. നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ മേഡം ഞാൻ പറയുന്നത് കേട്ടോ, അറ്റ്ലീസ്റ്റ് ഞാൻ അവിടെ പോവാ, ഞാൻ ഇവിടെ പോവാ എന്നെങ്കിലും പറഞ്ഞിട്ട് പോവാ. ലാസ്റ്റ് അവസാനമായിട്ട് മേഡം എൻ്റെ അടുത്ത് പറഞ്ഞ എന്താണെന്നറിയോ, ഇവക്കൊരു പന്നിപ്പുണ്ടയുണ്ട്, ആ പുണ്ടയ്ക്ക് 10 ഏക്കർ സ്ഥലമുണ്ട്, അവിടെ അത് വെട്ടി ജീവിച്ച പുല്ല് പോലെ ജീവിക്കാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് പോയ ഒരാളെ എനിക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യാൻ പോയാണ്. മേഡം ആ പന്നിപ്പുണ്ടേ ഞാൻ മേഡത്തിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഒരുത്തൻ എന്റെ പുറകിന് നടക്കുന്നുണ്ടെന്ന്. ഞാൻ കംപ്ലൈന്റ് വന്നിട്ടുണ്ട് മേഡത്തിന്റെ അടുത്ത്. അത് കംപ്ലൈന്റ് ആയിട്ട് പറഞ്ഞു. ഇവൾ എന്റെ അടുത്ത് ഇവക്ക് കോംപ്ലിമെന്റ് ആയിട്ടാ പറഞ്ഞത്. അത് മനസ്സിലായ മേഡം? കള്ള പറയരുത് എന്റെ പൊന്നിൽ നിന്ന്. അടിച്ചു വെച്ച് പെമ്പിള്ളേരെ പുറകിന് പന്നിത്തോട്ടമായിട്ട് ആമ്പുലൻസ് നടക്കുന്നതാണ് പ്രശ്നം. പക്ഷെ എന്റെ ഹൃദയം എവിടായിരുന്നു അപ്പോഴൊക്കെ? പറ, നിങ്ങൾ പറ, എന്റെ ഹൃദയം എവിടായിരുന്നു? ഈ പന്നിത്തോട്ടം കണ്ടിട്ട് ഞാൻ മയങ്ങിയാ ഞാൻ അവസാനമായിട്ട് ഞാൻ ഇവളെ കണ്ടത് 1 വർഷം മുമ്പാണ്. ഇവളുടെ ഡെലിവറി കഴിഞ്ഞോന്ന് പോലും എനിക്ക് സംശയമുണ്ട്. മേഡം ഇല്ല, ഞാൻ പറയാലോ മേഡം, ഞാൻ പറയാം, സത്യമായിട്ട് പറയാം മേഡം. എനിക്ക് ഇങ്ങനെ ഒരാളല്ലായിരുന്നു മേഡം. ഇവള് ആദ്യമൊക്കെ മേഡം എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു, അതില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഉണ്ടല്ലോ മേഡം, കണ്ട പന്നിപ്പുണ്ടകളും അവരൊക്കെ വന്നപ്പോഴത്തേക്കിന് മേഡം എന്നെ ഒഴിവാക്കി, എന്നെ ഒറ്റയ്ക്കാക്കി മേഡം. എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം വന്നിരിക്കുന്നു. ഞാൻ അന്നും ഇന്നും ഒരാളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. പന്നിപ്പുണ്ടല്ലേ? പിന്നെ ആരെയാണ് നീ സ്നേഹിച്ചത്? നിന്റെ ഫസ്റ്റ് ലവ്. നീ സിറ്റിയിൽ 10 പേരെടുത്ത് ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ മേഡം ഈ ഫസ്റ്റ് ലവിന് 4 പൂട വരാൻ വേണ്ടി ഹിമാലയത്തിൽ പോയി എനിക്കാണ് മേഡം. അല്ല എനിക്ക് മേഡം ഒന്ന് ഒറ്റ ചോദ്യമുള്ളൂ മേഡം. എനിക്ക് 4 പൂട വന്നിട്ട് ഇവക്ക് എന്തിനാ അതിൽ ഊഞ്ഞാലാടാനോ? നിനക്കത് എനിക്ക് താടിയില്ലെന്ന് പറഞ്ഞ എന്തെങ്കിലും കുറവുണ്ട് ഇവിടെ? എന്റെ ബാങ്ക് ബാലൻസ് എത്രയാണെന്ന് നിനക്കറിയോ? എത്രയാ? അതെനിക്ക് പറയാൻ സൗകര്യമില്ല. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് അറിഞ്ഞിട്ട് നിങ്ങളുടെ ഞാൻ 10 പൈസ വാങ്ങിച്ചിട്ടുണ്ടോ? 10 പൈസ മേടിച്ചിട്ടില്ല, കോടികളായിട്ട് പെട്ടിയിലെ മേടിച്ചിട്ടുള്ളൂ. 10 പൈസ ആയിട്ട് ചില്ലറയായിട്ട് മേടിച്ചിട്ടില്ല മേഡം. ഇഷ്ടം പോലെ പൈസ കൊടുത്തിട്ടുണ്ട്, ഇഷ്ടം പോലെ മേഡം. ഞാൻ ഒരു കാര്യം പറയാം, ഞങ്ങള് റിലേഷൻഷിപ്പ് സെറ്റായി നടന്നിരുന്ന സമയത്ത് മേഡം ഇവക്ക് മേക്കപ്പ് ഇടാനും ലിപ്സ്റ്റിക് ഇടാനും എല്ലാത്തിനും ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് മേഡം. കള്ളിയാണ് ഇവള് മേഡം. ഞാൻ ഈ സിറ്റിയിൽ തെണ്ടിയാ മേഡം ജീവിക്കുന്നത്. ഞാൻ ഇങ്ങനെ 10 പൈസ മേടിച്ചിട്ടില്ല. പിന്നെ മേഡം അങ്ങനെയാണെങ്കിൽ ഒരു തെണ്ടിയെ കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് താല്പര്യമില്ല. സത്യം. But Vasu, she is pavam. She went to Tapasya and all. She went to Himalaya. മേഡം ഞാനൊരു കാര്യം പറയാം മേഡം. എനിക്ക് എന്നാണ് ഗ്യാപ്പിംഗ് തുടങ്ങിയത് മേഡം? നമുക്ക് കണ്ണെടുത്ത കണ്ടുകൂടാത്ത ഒരു ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു മേഡം. അതിലൊരുത്തൻ ഇവളുടെ ബെസ്റ്റി. അന്ന് തുടങ്ങിയതാണ് എനിക്ക് ഇവളോടുള്ള കലിപ്പ്. പലവട്ടം ഞാൻ പറഞ്ഞു അവനെ വേണ്ട, അവനേക്കാൾ നന്നായിട്ട് ഞാൻ പാട്ട് പാടും, ഞാൻ ആ ഡാൻസ് കളിക്കും, ഞാൻ റൊമാൻറ്റിക് ആണ്, എല്ലാം പറഞ്ഞു കൊടുത്താണ് ഇവള്. എന്നിട്ട് പിന്നെ ആരുടെ നിന്റെ അച്ഛൻ്റെ അടുത്താണ് ഞാൻ കാണിച്ചിട്ടുള്ളത്? മേഡം ഇവക്ക് വേണ്ടി പ്രൈവറ്റ് വില്ല മേടിച്ച് ഞാൻ മുതുക്കില്. പ്രൈവറ്റ് വില്ല
എന്നിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ലല്ലോ മേഡം. ഇനി പിന്നെ നിന്നെ കൊണ്ടല്ലാതെ ഞാൻ പന്നിപ്പുണ്ടെ കൊണ്ടാണ് ഞാൻ മറ്റേ അതിനകത്ത് പോയത്. നീ പറ, എന്നോട് പറ, നിന്നെ കൊണ്ട് ഞാൻ വില്ലേ പോയില്ലേ? നിങ്ങൾ ആള് മാറി. ആരാന്നൊന്നുകൂടെ ആലോചിച്ചേ. മേഡം അകത്തുള്ള സീരിയൽ എപ്പോ കഴിയും മേഡം? ഈ കുട്ടിയുടെ മുഖം മാറാറുണ്ട്, അപ്പൊ മുള്ളിക്ക് തെറ്റിയതും ആവാം. നിങ്ങൾ ആര് കാര്യത്തിൽ ഇടപെടും? ഞാൻ പേഴ്സണൽ ലോയറാണ്, പേഴ്സണൽ ലോയറാണ്. എന്റെ കുടുംബകാര്യങ്ങൾക്ക് ഇടപെടാനുള്ള റൈറ്റ്. ഇടപെടാനാണ് പേഴ്സണൽ ലോയർ. മേഡം എല്ലാം പോട്ടെ മേഡം. ഒറ്റ കാര്യം പറയുള്ളൂ മേഡം. മുംതാസിന് വേണ്ടി ഷാജഹാൻ താജ്മഹൽ പണിത്, അതുപോലൊരു താജ്മഹൽ ഇവക്ക് വേണ്ടി ഞാൻ പണിത് കൊടുത്തു. അപ്പൊ ഇവക്ക് വേണ്ടി പൈസ മുടക്കില്ലെന്ന് മേഡം പറയാം. മേഡം ഈ സിറ്റിയിൽ താജ്മഹൽ ഒരാൾക്ക് വേണ്ടി പണിത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമാണ് മേഡം. പരുന്തുവാസ് മാത്രമാണ് ഒരു പെങ്കൊച്ചിന് വേണ്ടി താജ്മഹൽ പണിത് അതിനകത്ത് വെച്ച് റോസ് കൊടുത്ത് പ്രപ്പോസ് ചെയ്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞ വേറൊരാൾ ഈ സിറ്റിയിൽ ഇല്ല. മാഡം ഒരു മിനിറ്റ്, അത് ഒരു നോർമൽ താജ്മഹൽ അല്ലായിരുന്നു മാഡം, അത് എയറിലായിരുന്നു. അതിൽ ഫുൾ ഹൈഡ്രജൻ ഫില്ല് ചെയ്ത് മേഡം ഇവിടുത്തെ 10 ഗ്യാങ്ങിന്റെ എക്കണോമി വരും മേഡം. അത് പണിയാൻ വേണ്ടി മാത്രം ഞാൻ ചെലവാക്കിയത് മേഡം. ഈ സ്നേഹമില്ലാഞ്ഞിട്ടാണോ മേഡം? സ്നേഹമില്ലാഞ്ഞിട്ടാണോ? ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിട്ടല്ലേ? എന്നിട്ട് കണ്ട പന്നിപ്പുണ്ടയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് എന്നെ കളഞ്ഞിട്ട് പോയ മിണ്ടരുതേ വെച്ച് കീറിച്ചത് ഞാൻ. എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം എന്റെ അടുത്ത് വന്നിരുന്ന് അവള് സംസാരിക്കണം മേഡം. ഞാൻ പോയത് 4 പൂട കാണാനാണ് മേഡം. പുള്ളി അടുത്തൊന്ന് പുള്ളിയോട് ചോദിച്ചാൽ വേറെ ഉണ്ട് പുള്ളിയില്. അതായത് സത്യം പറഞ്ഞ നിന്റെ തപസ്സിന് മേഡത്തിന് ഒരു കാര്യം അറിയാം. ഞാൻ ആ മുതുക്കില് അവിടെ പോയി നിൽക്കുമ്പോ എന്റെ അടുത്ത് വന്നിട്ട് എന്തോരം പേര് പറഞ്ഞിട്ടുണ്ട്, നിന്റെ ബോയ് ഫ്രണ്ടിന് എല്ലാം ഉണ്ട് 4 പൂട ഉണ്ടോടിന്ന് എന്റെ അടുത്ത് എത്ര ചോദിച്ചിട്ടുണ്ട് താടിയില്. മേഡം എനിക്ക് അങ്ങനെ ഒരു കുറവുണ്ടെങ്കിൽ മേഡം, എനിക്ക് എന്റെ കുറവുകളോട് എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മതി മേഡം. എനിക്ക് ഒരു കുറവും ഇല്ലാതെ നോക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് മേഡം. അതിനുവേണ്ടി ഞാൻ എന്റെ ജീവിതം തന്നെ സാക്രിഫൈസ് ചെയ്യാൻ. എന്നാ ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് അച്ഛനും അമ്മയില്ല. നീ കണ്ടുപിടിച്ചതാ അല്ല ഇവന്മാരൊക്കെ എപ്പോഴും പറയാം എനിക്ക് അച്ഛനില്ലെന്ന്. നീ ഒരു 10 കൊല്ലം തപസ് ചെയ്യ്, അപ്പോഴത്തേക്കിന് എനിക്ക് അച്ഛനമ്മ കിട്ടുമോ നോക്കട്ടെ. ഇവളുടെ പേട്ട് തന്നെ എനിക്കറിയാം. എന്റെ അമ്മ ഇവളേക്കാ വലിയ കള്ളനാണ് അങ്ങേര്. കറക്റ്റ് മോള് അബദ്ധത്തിൽ ഒരു സുപ്രഭാതം സംഭവിച്ചതാണ്. അത് പറഞ്ഞിട്ട് എന്റെ ഒറിജിനൽ അച്ഛൻ ഞാൻ കണ്ടിട്ട് പോലില്ല മേഡം. പിന്നെ പുള്ളിക്ക് അച്ഛന് വേണ്ടി ഞാൻ ചന്ദ്ര ഇപ്പൊ വന്നതെന്തിനാ? അതാണ് എന്റെ ചോദ്യം. ഇപ്പൊ എന്തിനാ വന്നത്? എന്തോ വേണ്ടേ? എന്തോ ഒരു മറ്റേ പന്നി കച്ചവടക്കാരന്റെ പന്നിയെല്ലാം ചത്താ? പുതിയ പന്നി അമ്മ അവിടെ നിന്ന് മാറിക്കില്ല ഡോർ. ഇല്ല ബാബു, എനിക്ക് വേണം ബാബു. ഞാന് എന്റെ ആരോഗ്യം കളഞ്ഞ് ചോദിച്ചില്ലേ. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ടു വിഷമമാണ് പറയുന്നത് തോന്നുന്നു. എനിക്ക് മ്യൂസിക്കൊന്നും വേണ്ട മേഡം. ഞാൻ പോയി പെമ്പിളാരോടൊന്നും പരാതി കൊടുത്തിട്ടില്ല മേഡം. ഞാൻ അന്നൊന്നും സ്നേഹിച്ചിട്ടേ ഉള്ളൂ മേഡം. ഇവരുടെ വായിരിക്കുന്നതൊക്കെ എന്റെ മുഖത്ത് നോക്കി എത്ര വട്ടം പറഞ്ഞിട്ടുള്ളത് അറിയാം. ഞാൻ അതൊക്കെ വിശ്വസിച്ച മേഡം, വിശ്വസിച്ച ദേവകുട്ടി. എനിക്ക് ദേവകുട്ടിയുടെ അടുത്തൊരു കാര്യം പറയണ്ട. ദേവകുട്ടി എന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ പോലും ദേവകുട്ടി എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ പോലും ഞാൻ എന്തോ ദേവകുട്ടിയോട് പറഞ്ഞ. ദേവകുട്ടി ദേവകുട്ടി അങ്ങനെ പറയുന്ന ജന്മത്തിൽ അല്ലടാ ഇതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ വയ്യടാ. മനസ്സിൽ കല്ലായിട്ടിരിക്കുന്നൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരിക്കലും പറ്റത്തില്ലടാ. ഞാൻ പറഞ്ഞു എന്നോട് സ്നേഹമില്ലെന്ന് ഞാൻ പറഞ്ഞ. പക്ഷെ എനിക്കിപ്പോ സ്നേഹമില്ല. എനിക്ക് നിന്നെ കാണുന്നിടത്ത് വെച്ചടിച്ചേരാൻ തോന്നുന്നു. എനിക്കിപ്പോ വേറെ ആരോടും പറയരുതെന്ന് അതൊക്കെ അന്ന് ഞാൻ വാസനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ വാസന എന്റെ അടുത്ത് പറഞ്ഞിരുന്നു എലി ഞാൻ ഇഷ്ടമെന്ന്. മറ്റുള്ളവർ പലതും പറഞ്ഞെടുക്കുന്നുണ്ട്, പക്ഷെ എലി ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സത്യം എന്നതുപോലെ പറയുന്നവര് പറഞ്ഞോട്ടെ. വേറെ ആൾക്കാർ ഒന്നും പറയണ്ടായിട്ടില്ല. അതാണ് എനിക്ക് അത് തന്നെ മതി. അത്
ചന്ദ്ര കള്ളം ഓ പറയുന്നത് നിന്റെ ഹൃദയത്തിലെ ഒരു തുള കണ്ടിട്ടൊന്നും അല്ലടാ അന്ന് ഞാൻ അല്ല, ഈ എന്നെ പുള്ളിയെ തുള- സ്നേഹിച്ചത്. ഹൃദയത്തിൽ മാത്രമല്ല ആ ഹൃദയത്തിന്റെ തുള കണ്ടിട്ടൊന്നും അല്ല ഞാൻ ഇന്ന് ഈ പുള്ളിയോട് സ്നേഹം പറഞ്ഞു. എനിക്ക് ആത്മാർത്ഥമായിട്ട് അന്നും ഇന്നും ഇഷ്ടം ഉണ്ടായിട്ടായിരുന്നടാ. ഇപ്പൊ ഈ പെണ്ണ് എന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വന്നപ്പോഴും ഞാൻ ആ പെണ്ണിനോട് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, ആ കേസ് പിൻവലിക്കണം. പുള്ളി അങ്ങനൊന്നും ചെയ്യത്തില്ല. പുള്ളിയുടെ ഹൃദയം എനിക്കറിയാം. വാസോണ്ണ എല്ലാം ശരിയാ അമ്പോ അമ്പോ ചന്ദനമഴ സീരിയലാ ഇല്ല, ഇല്ല, നിന്റെ സ്നേഹം എടീ എന്റെ സ്നേഹം ആരും ഞാൻ കണ്ടിട്ടില്ല. അല്ലല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ, കുഴപ്പമില്ല. ഇത്ര നാൾ എവിടായിരുന്നു? അപ്പൊ ഊള വരാൻ വേണ്ടി ഞാൻ പോയതാണ്. ആ റീസൺ മാത്രം എന്നോട് പറയല്ലേ, എന്നോട് പറയല്ലേ. വാസോണ്ണൻ അങ്ങനെ കല്ല് ഹൃദയമുള്ള ആളെന്നല്ല വാസോണ്ണെ. വാസോന് ഒരു ചാൻസ് ഒക്കെ തരും. അല്ല പിന്നെ അണ്ണ ബാബു അല്ല എനിക്കൊരു കാര്യം പറയട്ടെ ഇല്ലേ, അതായത് ഇപ്പം പുള്ളി എല്ലാരും കൂടെ ഒരു സെക്സ് റാക്കറ്റിലെ മെയിൻ കണ്ണിയാക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു കാര്യമൊക്കെ ഒന്ന് സോൾവ് ചെയ്ത് ഒന്ന് ചിന്തിക്കാൻ ഒരു ഗ്യാപ്പ് കൊടുത്തുകൂടി. ഇന്നിപ്പോ എല്ലാ പ്രശ്നവും കൂടെ ആ പുള്ളിയുടെ തലയിൽ ഇങ്ങനെ. ബാബു കഴിഞ്ഞ 4 വർഷമായിട്ട് 4 പെണ്ണുങ്ങൾ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറ്റി കംപ്ലൈന്റ്. ഞാൻ വിശ്വസിക്കത്തില്ലടാ. ഇപ്പൊ ഈ സെക്സ് റാക്കറ്റിന്റെ അങ്ങനെയാണെങ്കിൽ സിറ്റി മൊത്തം എന്നോട് കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. എന്തുവാ കംപ്ലൈന്റ് പറഞ്ഞിട്ടുള്ള? ഞാൻ ഏതെങ്കിലും ഒരുത്തിന്റെ കൂടെ പോയി നിങ്ങൾക്ക് ആരെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടാ? ഇല്ല ഒരാളുടെ ആയിട്ട് പേര് അങ്ങനെ വന്നിട്ടില്ല, മൾട്ടിപ്പിൾ ആൾക്കാരായിട്ടാണ്. ഒരാളുടെ പേര് അങ്ങനെ ഒരാളുടെ ആയിട്ട് അങ്ങനെ പേര് വന്നിട്ടില്ല, അങ്ങനെ ഓർക്കുന്നില്ല. ഇങ്ങനെ ഞാനൊരു കാമക്കണ്ണിയാണ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അയ്യോ ഈ സെയിം ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അവന്റെ പേരെന്തായിരുന്നു? മനോഹരനാ. അത് പറഞ്ഞിട്ടുണ്ട് ഞാൻ കേട്ടതാ. കണ്ട സാറേ ഒരുമാതിരി ഇല്ല വാസു സാറിനെ പറ്റി കംപ്ലൈന്റ് വാസസാറിന്റെ കാമക്കണ്ണിനാന്ന് പലരും പറയും. അത് സത്യം. ഞാൻ ചോദിച്ചത് എന്നെ പറ്റി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോന്ന് ഞാൻ അതില്ല ചോദിച്ചത്. അത് ഞാൻ കേട്ടിട്ടില്ല. ആ അതാ അല്ല ഞാൻ പറഞ്ഞില്ലേ, ഇത് ശൈലി കുറച്ച് കഴിഞ്ഞ് സംസാരിക്കില്ല. ഇവിടെ ഒരുപാട് പേര് പ്രശ്നം നടക്കുന്നതാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം സംസാരിച്ച് തീർക്കാം. നമുക്ക് ഇത് എന്താണ് പ്രശ്നം നമുക്കൊന്ന് പുറത്തു പോയി സംസാരിക്കും. ഇപ്പൊ നമുക്ക് ഈ ഒരു അല്ല അവക്ക് എന്തോന്നറിയോ, അവക്കിപ്പോ ഇവിടെ ബഹളം വെച്ചിട്ട് എന്നെ ഇനി സെക്സ് റാക്കറ്റിലൂടെ കൊണ്ടുവന്ന് കാണണം. അതാവുമ്പോ ഞാൻ ജയിലിൽ പോയി കിടക്കുമ്പോ പറയാലോ, ഞാൻ കുറെ വർഷം കാത്തിരുന്ന് വാസുവണ്ണം വെളിയിൽ ഇറങ്ങുന്നത് വരെ, ഇറങ്ങാതായപ്പോ ഞാൻ അറിയാതെ വേറൊരാളെ കെട്ടി, ഇപ്പൊ 2 കൊച്ചുങ്ങളായി. അതുകൊണ്ട് ഞാൻ ആ സിറ്റുവേഷനിൽ ചെയ്തു പോയതാ. എന്റെ പേര് അമ്മുക്കുട്ടി എന്നല്ല. പരിന്തവാസു റൈസ് 2 സെക്കൻഡ് പാർട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് നീ, മനസ്സിലായ? നിനക്കൊരു റോളിൽ നീ വെയിറ്റ് ചെയ്തിരിക്കുമെന്ന് എനിക്കറിയാം. നിന്നെ ഇവളുമാരുടെ ഒക്കെ ഉദ്ദേശം അതാണ്. എന്നാ എടാ ഇത് സോൾവ് ചെയ്യാനായിരുന്നെങ്കിൽ വെളിയിൽ വിളിച്ച് സ്നേഹത്തോടെ സംസാരിക്കാമല്ലോ. ഇവിടെ പീഡിക്കിടന്ന് അലക്കുക എല്ലാവരുടെയും മുമ്പിൽ. എനിക്കെന്റെ പരിന്ത് ഭാഷ മിസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമായിരുന്നു. പക്ഷെ ഇപ്പൊ വേറെ ലെവലായി പോയി. മിസ് ചെയ്യുന്നല്ലടാ, എനിക്ക് ഒരു കാര്യം മാത്രമേ എന്റെ പരിന്തവാസുവിന്റെ അടുത്ത് പറയാനുള്ളൂ. ഐ ലവ് യു. ഞാനിവിടെ എവിടെയെങ്കിലും ഒക്കെ കാണും. ഇതെല്ലാം കഴിഞ്ഞിട്ട് വന്നാ മതി, അന്നേരം ഞാൻ കാത്തിരിക്കും. നിങ്ങളെന്തിനു കെട്ടിപ്പിടിക്കണേ? അതെന്താ ബാബു എല്ലാം തീർത്ത് പുള്ളിയുടെ ഭാഗത്ത് തെറ്റൊന്നും ഇല്ലാന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി. ഇത്ര നാളെ എലി ഒളിപ്പിച്ച് സത്യം ബാബു. വാസുവിന്റെ മോൻ ഇത് ഇനി അത് പുതിയ കേസ് ഉണ്ടാക്കുക. നിന്റെ എലി വാസു കേസ് സോൾവ്.